हरि ओम ओम श्री गुरुभ्यो नमः जय जय श्री राधे जय जय श्री राधे जय जय श्री राधे ഇന്ന് മഹാദശമിയാണ് നവരാത്രിയുടെ ലാസ്റ്റ് ഡേ എത്രയോ വർഷമായിട്ട് എനിക്കിന്ന് ഓൾമോസ്റ്റ് 20 years ആയിട്ട് ഞാൻ ഗുരുജിയുടെ കൂടെയുണ്ട് പക്ഷേ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ പൂജയ്ക്ക് നിൽക്കാൻ പറ്റാൻ എനിക്ക് അവസരം കിട്ടിയില്ല അപ്പം ആക്ച്വലി ഇന്ന് ഈ പ്രാവശ്യം അതിൻ്റെ അമ്മ എനിക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം തന്നു ആൻഡ് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കൃഷ്ണനെ ദേവിയായിട്ട് ഒരുക്കാൻ പറ്റിയത് അതുപോലെ എല്ലാ വർഷവും ദേവിയെ ഒരുക്കാറുണ്ട് അമ്മയെ കാളിയെന്ന് പക്ഷേ ഈ പ്രാവശ്യം ഒരുക്കാനുള്ളൊരു അവസരം കിട്ടിയില്ലായിരുന്നു പക്ഷെ അതുകൊണ്ട് പക്ഷേ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഗ്രീൻ കളറായിട്ടുള്ളൊരു ഡ്രസ്സ് കൊടുക്കണമെന്ന് അപ്പോൾ അത് പ്രാവശ്യം ഞാൻ ഇവിടെ ഗോലി ഒരുങ്ങി കണ്ടപ്പോഴും ദേവിക്ക് ഗ്രീൻ കളർ ഡ്രസ്സ് തന്നെയായിരുന്നു അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഒരുക്കാൻ പറ്റിയില്ലെങ്കിലും തോന്നിയ പ്രാവശ്യം ഗുരുജി തന്നെയായിരുന്നു അത് അമ്മയെ ഒരുക്കിയത് അപ്പോൾ അത് ഗ്രീൻ കളറായിട്ട് തന്നെ വന്നു പിന്നെ സാധന എൻ്റെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് പഠിക്കുകയാണ് നമ്മളെ തന്നെ നിരീക്ഷിക്കുകയാണ് നമ്മളെ തന്നെയാണ് നമ്മൾ തന്നെ എഴുതിയ ടെസ്റ്റ് പേപ്പറിനെ നമ്മൾ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മളൊരു ചീറ്റിംഗ് കാണിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല നമുക്ക് മാത്രമേ അതിന് ഗുണം കിട്ടത്തുള്ളൂ സ്കൂളിൽ നമ്മൾ എന്തെങ്കിലും ആരെയും പറ്റിക്കാൻ വേണ്ടി പിള്ളേരെ അമ്മമാർ ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചീറ്റിംഗ് ആയിപ്പോവും പക്ഷെ ഭാവിയിൽ നമ്മളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറ്റത്തില്ല സോ സിമിലർലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെയാണ് അതിന് കയറി പെടുന്നത് എല്ലാവർക്കും ഈശ്വരൻ കർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈവൻ പറയപ്പെടുന്നത് വെച്ചാൽ ഭഗവാൻ പോലും കർമ്മം കൊടുക്കുമ്പോൾ അദ്ദേഹം പോലും ആ കർമ്മത്തിൽ ബന്ധസ്ഥനാണ് നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ചില കർമ്മങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മളത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാതെ അത് ചെയ്യാൻ നോക്കുകയാണെന്ന് ചെയ്യേണ്ടത് ഇപ്പം ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഓർമ്മ വരുന്നത് നമ്മുടെ അസുരന്മാരും ദേവന്മാരും തമ്മിലുണ്ടാവുന്ന യുദ്ധത്തിൽ എല്ലാ പ്രാവശ്യം ദേവന്മാരായിരിക്കും ചിലപ്പോൾ തോക്കുന്നത് അസുരന്മാർ അവരെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കും പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അസുരന്മാർക്ക് അത്ര ശക്തി വന്നില്ല അവരുടെ ഗുരു അതായത് ശുക്രാചാര്യൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയമാകുമ്പം ഈ ശുക്രാചാര്യനത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പം ഈ അസുരന്മാർക്ക് വലിയൊരു അവസ്ഥയായിപ്പോൾ അവരിവിടെ പോയി ഒളിക്കണമെന്ന് അറിയത്തില്ല അപ്പം ദേവന്മാർ ഇങ്ങനെയെങ്കിലും ഈ അസുരന്മാരെ നശിപ്പിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ ഈ അസുരന്മാരും എല്ലാവരും കൂടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും നേരെ പോയിട്ട് ശുക്രാചാര്യൻ്റെ അച്ഛനും അമ്മയും അതായത് ഭൃഗുവിൻ്റെ പത്നിയും അപ്പോൾ അവരുടെ ആ സമയത്ത് ഭൃഗു മഹർഷി അവിടെ ഇല്ലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പത്നി മാത്രമേ ആശ്രമത്തിലുണ്ടായിരുന്നു അപ്പം ഈ അസുരന്മാരെല്ലാവരും ആ അമ്മയടുത്ത് പോയി ആശ്രയം ചോദിച്ചു അപ്പം പണ്ടത്തെ സമയമല്ലേ അതിഥികൾ ആരെങ്കിലും വന്ന് അപ്പോൾ സ്വന്തം പുത്രന്മാരെ പോലെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ ശിഷ്യന്മാരെ അപ്പോൾ ഇവരെല്ലാവരും അമ്മയെ രക്ഷിക്കണം നമ്മളെ ദേവന്മാർ നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പം അമ്മ പറഞ്ഞ് കുഴപ്പമില്ല നീ ആശ്രമത്തിൽ വന്ന് നിന്നോളൂ അതുകൊണ്ട് ആ സമയമാകുമ്പോൾ നിങ്ങളെ ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവരത്രയും പാതിവ്രതമായ ഒരു സ്ത്രീയും കൂടെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സ്പിരിച്വൽ പവറും കൂടെ ഉള്ളത് കാരണം ആ അസുരന്മാർക്ക് ആ ഒരു ഏരിയയിൽ വരാം അസുരന്മാർ അവിടെ ആ ആശ്രമം തങ്ങുന്ന കാരണം ദേവന്മാർക്ക് അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല അവർ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഇങ്ങനെ ആയപ്പം ഇവർക്ക് ഭയങ്കര ധർമ്മസങ്കടത്തിലായി വെച്ചാൽ ഈ അസുരന്മാരെന്ത് ചെയ്യുന്നു വെച്ചാൽ പകൽ സമയം മൊത്തം ആശ്രമത്തിലും കാണും രാത്രിയാവുമ്പോഴത്തേക്ക് ഇവർ അവരുടെ ആ കുക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇൻഡയറക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് അറിയാം ഗുരുമാതാവിനും അറിയാം ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് പക്ഷേ അവരുടെ ഡ്യൂട്ടി ആയിരുന്നു അവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യുമായിരുന്നു ഇന്ദ്രദേവൻ വന്നിട്ട് ആ ഗുരുമാതാവിനടുത്ത് പറയും താങ്കൾ ചെയ്യുന്നൊരു വലിയൊരു അധർമ്മമാണ് ആ അസുരന്മാരെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇവർ നമ്മളെ ഈ ഭൂമി ഈ സൃഷ്ടി മൊത്തം നശിപ്പിക്കും
അപ്പോൾ ആ ഗുരുമാതാവ് പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തുപോയി, ഞാൻ എനിക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല എന്ന് പറയും. അപ്പോൾ ഇന്ദ്രനും ബാക്കി ദേവതകളെല്ലാവരും എല്ലാത്തൊരു കൺഫ്യൂഷനായിപ്പോവും. ഇതെല്ലാം അറിയുന്ന ഭഗവാൻ നാരായണൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നാരായണൻ കരയുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ലക്ഷ്മി ദേവി ചോദിക്കും, എന്താ പ്രഭു താങ്കൾ എന്തിനാ കണ്ണ് നിറയുന്നേ? അപ്പം അദ്ദേഹം എല്ലാം അറിയുന്നവനല്ലേ, അദ്ദേഹം ഒന്നും മിണ്ടത്തില്ല. ഇന്ദ്രദേവൻ വന്നിട്ട് നാരായണൻ്റെ അടുത്ത് വരും, അദ്ദേഹത്തിനടുത്ത് കാര്യങ്ങൾ പറയും, ഇങ്ങനെയെങ്കിലും താങ്കൾ നമ്മളെ രക്ഷിക്കണം, ഈ അസുരന്മാർ ഭൃഗു മഹർഷിയുടെ ആശ്രമത്തിൽ വരി ആശ്രയമാണ് അവിടെ നിൽക്കുകയാണ്, അത് കാരണം അവർക്കാരും ഇവരെ കൊല്ലാനും പറ്റുന്നില്ല, ഇവരാണെങ്കിൽ ചതിയിലും ഇതിലും വെച്ചിട്ട് അവർ എന്താ പറയുക അവരുടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മാത്രം ആശ്രമത്തിൽ നിൽക്കും, രാത്രിയാകുമ്പം അവിടുത്തെ അന്ത്യവാസികൾ ഉറങ്ങുമ്പോൾ ഈ അസുരന്മാരാണ് അവരുടെ പ്രവൃത്തികൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി മാസ്റ്റർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പറയും, ശരിയാണ്, ഞാനതിനെ നമുക്ക് പോകും വഴി നോക്കാം എന്ന് പറയും. അപ്പോൾ ഇതിലൊരു നമ്മളൊരു മെയിനായിട്ട് അറിയേണ്ടതെന്ന് പറയുന്നത് ഭൃഗു എന്ന് പറയുന്നത് ഭൃഗു പത്നി, അതായത് ഇപ്പം ഈ അസുരന്മാരും ദേവന്മാരും എല്ലാം ഒരേ എന്താ പറയുക ബ്രദേഴ്സ് പോലെ ആയിരുന്നു ആക്ച്വലി. അതിന് വലിയൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ ഭൃഗു മഹർഷി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ പ്രതിസ്ഥാനത്തിൽ വരുന്നതാണ്. മാർക്കണ്ഡേയ ഋഷി ഭൂദേവിയുടെ പ്രതിസ്ഥാനത്ത് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർ 2 ഋഷിമാരെ നമ്മളെ കാണാൻ പറ്റും. അതായത് 2 അമ്മായിയപ്പൻ്റെ കൂടെയാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പം മഹാലക്ഷ്മിയുടെ പിതൃസ്ഥാനത്തിൽ വരുന്നതാണ് ഈ ഭൃഗു മഹർഷി. അപ്പം ആ ഗുരുമാതാവ് എന്ന് പറയുമ്പം എന്താ പറയുക മദർ ഇൻ ലോ ആയിട്ട് വരും ആരുടെ? മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ ഈ മഹാവിഷ്ണു ഭഗവാൻ ആ ഗുരുമാതാവിൻ്റെ അടുത്ത് പറയും, താങ്കൾ ചെയ്യുന്നത് ശരിയല്ല, ഇതിനെ എന്താ പറയുക താങ്കൾ ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധർമ്മമായിട്ട് വരും. അപ്പം ഗുരുമാതാവ് പറയും, ശരിയാണ്, പക്ഷെ ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തുപോയി മഹാവിഷ്ണു. ഇപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഇവർ എൻ്റെ അടുത്ത് ആശ്രയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല. അപ്പം മഹാവിഷ്ണു പറയുന്നത് താങ്കൾ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഈ സമയത്ത് ഇവരുടെ ആസുരീയ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്, അതായത് ധർമ്മത്തിന് വിരുദ്ധമായി എന്തോ അവരും ചെയ്യുന്നുണ്ട്, അപ്പം അതിനെ നമ്മൾ മാറ്റണ്ടേ? അപ്പം ഗുരുപത്നിക്ക് അറിയാം. അപ്പം അവർ പറയുന്നു, താങ്കൾക്ക് എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം, എൻ്റെ പ്രാണം എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം മഹാവിഷ്ണു പറയും, ഇതിന് വേറെ വഴിയില്ല, എന്ന് വെച്ചാൽ താങ്കളുടെ ആ ഒരു പാതിവ്രതത്തിൻ്റെയും ആ ഒരു സ്പിരിച്വൽ ശക്തി കൊണ്ടാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കണമെങ്കിൽ എനിക്ക് താങ്കളെ, അതായത് സ്വന്തം മദർ ഇൻ ലോയെ കൊല്ലേണ്ടി വരും. ഇതെല്ലാം അടുത്ത് നിന്ന് കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മോള്, അതായത് ആ ഭൃഗുവിൻ്റെ മോളും, അതായത് ഈ സ്വന്തം അമ്മയെ കൊല്ലാൻ പോവുകയാണ്, അതായത് മഹാലക്ഷ്മിയുടെ അമ്മയെ കൊല്ലാൻ പോവുകയാണ് വിഷ്ണു. അപ്പോൾ ഇത് കേട്ടിട്ട് ഏതെങ്കിലും മോള് ഉണ്ടായിരിക്കുമോ? വിഷമവും ദേഷ്യം സ്വന്തം ഭർത്താവിനോട് കൂടി വരികയാണ് ലക്ഷ്മിക്ക്. അപ്പോൾ മഹാവിഷ്ണുവിന് വേറെ ഇതില്ലാത്ത സുദർശന ചക്രം കൊണ്ട് ആ ഗുരുപത്നിയെ കൊല്ലും, അതായത് സ്വന്തം മദർ ഇൻ ലോയെ കൊല്ലും. ആഗ്രഹം ഉണ്ടായിട്ടോ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, കൊല്ലേണ്ടി വരും. ഇത് കാരണം എന്തുപറ്റി? ഭൃഗു മഹർഷി തിരിച്ചു വരുമ്പം സ്വന്തം പത്നി മരിച്ചു കിടക്കുന്നത് കാണുന്നതും അതിൻ്റെ വിയോഗത്താൽ മഹാവിഷ്ണു ശപിക്കുക ചെയ്യണം. അതായത് നീ ചെയ്ത കുകർമ്മം, നീ കാരണം എനിക്ക് എൻ്റെ ഭാര്യയെ പിരിയേണ്ടി വന്നു, നിൻ്റെ അവതാരങ്ങൾ സമയത്തും നീയും ഇതേപോലെ വിരഹദുഃഖമായി അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും മഹാവിഷ്ണു അവതാരം എടുക്കുമ്പോഴും ഇപ്പോഴും ലക്ഷ്മിനെ പിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ പല ശ്രീരാമൻ്റെ കഥയായാലും ശരി, രുക്മിണിയുടെ കഥയായാലും ശരി, കൃഷ്ണനും രാധയുടെ കഥയായാലും ശരി, ഓരോ അവതാരത്തിലും ഇപ്പോഴും ആ ശക്തിയിലും പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ധർമ്മത്തിന് വേണ്ടി ഭഗവാൻ എന്താ പറയുക എല്ലാം കളയുക ചെയ്ത്. ഹരിശ്ചന്ദ്രൻ്റെ സ്റ്റോറി പറയുമ്പോൾ അവിടെയും അദ്ദേഹം പോലും ഈ ധർമ്മത്തിന് വേണ്ടി ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും കർണൻ ശ്രേഷ്ഠനായിരുന്നു. ശരിയാണ്. ഇപ്പോൾ കർണനെ നമ്മൾ ജനിക്കുമ്പോഴും അദ്ദേഹത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ന്യായം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ജനിക്കുമ്പോൾ തന്നെ സ്വന്തം അമ്മ കൊച്ചിനെ നദിയിലൊരുക്കും, പിന്നെ നദിയിലൊഴുക്കി കളയുക ചെയ്യാൻ. സൂതപുത്രനായിട്ട് ജനിക്ക് കുറേ അപമാനങ്ങൾ സഹിച്ചു, സ്വന്തം അമ്മ ആരാന്ന് അറിയുന്നില്ല. പക്ഷെ അദ്ദേഹം ആ സമയത്തുണ്ട്, അതായത് യുദ്ധസമയത്ത് എന്താ പറയുക, സ്വന്തം ഗുരു അതായത് പരശുരാമൻ്റെ കയ്യിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് ശിഷ്യം, അതായത് നോളജ് ഗെയിൻ ചെയ്യും. ആ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ശാപവും കിട്ടി.
ഭൂമി ദേവിയുടെ നിന്ന് ശാപം കിട്ടി. നിനക്ക് ആവശ്യം വരുമ്പോൾ അതിനൊരു പറയുമ്പം, അതായത് ഇപ്പം മഹാഭാരത സ്റ്റോറിയിൽ നിങ്ങൾ കേട്ട് കാണാം, അവസാനം കർണൻ അർജുന യുദ്ധ സമയത്ത് കർണൻ്റെ രഥം ചെളിയിൽ പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യുദ്ധനീതി അനുസരിച്ച് ശസ്ത്രമില്ലാതെ നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഫ്രണ്ടിൽ വേറെ ആർക്കും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതും അദ്ദേഹത്തിനും അതുപോലെ ഒരു ശാപം കിട്ടിയായിരുന്നു, ഒരു കൊച്ചിന്. അതായത് ഭൂമി ദേവി ശപിക്കുക ചെയ്യുന്നത്, അതായത് നിനക്ക് ആപത്ത് വരുന്ന സമയത്ത് ഞാൻ നിന്നെ സഹായിക്കില്ല. അപ്പോൾ അത് വേറെ സ്റ്റോറിയാണത്, അതിനിപ്പോൾ പറയണില്ല ഇപ്പം. അപ്പോൾ അത് കാരണം സ്റ്റക്കായിരിക്കുന്ന വീല് എടുക്കാൻ നോക്കുമ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് അറ്റാക്ക് ചെയ്യൂ. അപ്പം അർജുനൻ ചോദിക്കുന്നത് അധർമ്മമല്ലേ? ധർമ്മത്തിൻ്റെ സ്ഥാപനമായ കൃഷ്ണൻ തന്നെ പറയുന്നു അറ്റാക്ക് ചെയ്യൂ. സത്യം നമ്മുടെ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റോങ് തിങ്. ആ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ അർജുനൻ ചെയ്യും. അത് കർണനും അറിയാം. പക്ഷെ കർണൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കർണൻ അധർമ്മത്തിൻ്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ കർണൻ ജീവിച്ചിരുന്നെന്ന് വിചാരിച്ചു, കർണൻ ഇതേപോലെ ഒരു കലങ്കം ഈ ലോകത്ത് കാണത്തില്ല. അതായത് ദുര്യോധനനും അതിൻ്റെ ഫുൾ പാർട്ടീസും, അതായത് ആ ഒരു നെഗറ്റിവിറ്റീസിനെ ആയിരിക്കും കർണൻ പ്രൊജക്റ്റ് ചെയ്ത് കാണുക. അപ്പം ആ കർണൻ്റെ ഗുണങ്ങൾ അവിടെ ആരും നോക്കത്തില്ല. അപ്പം കർണൻ്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോഴും അറിയുന്നുണ്ടെങ്കിൽ കർണനെ നശിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെയും ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടി ഭഗവാൻ റൂൾ ചേഞ്ച് ചെയ്തു. ഭീഷ്മാചാര്യൻ ഇപ്പം നമ്മൾ നോക്കാറുണ്ട്, ആ ശയ്യയിൽ കിടക്കേണ്ടി വന്നു. പാഞ്ചാലിയുടെ വസ്ത്രാഭിഷേകം നടക്കുന്ന സമയത്ത് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ചില സമയത്ത് നമ്മൾ പറയാനുള്ള നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് പറയണം, ഇത് തെറ്റാണ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഗോഹത്യ ചെയ്യുന്ന പാപമാണ്. മാംസം കഴിക്കുന്ന മാത്രമല്ല, ഗോഹത്യ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് പാപം കിട്ടുമെന്ന് പറയും. ഡയറക്റ്റ്ലി അവർക്കും അതേ പാപമാണ്, ഒരാൾ കൊല്ലുന്ന പാപമല്ല. നമ്മൾ ഇവിടുത്തെ കേരളൈറ്റ്സ് പറയുന്ന കൊന്നാ പാപം തിന്നാ തീരും, അത് പറയുന്നതും അത് കേട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന വരുന്ന ആൾക്കാർക്കും ആ പാപം ഈക്വലി കിട്ടുക ചെയ്യുന്നത്. അപ്പം ഭീഷ്മാചാര്യന് എന്തുകൊണ്ട് ആ ശയ്യയെ കടക്കേണ്ടി വന്നു? അദ്ദേഹം ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ. അദ്ദേഹം ഒന്നും ഇത് ചെയ്തില്ല. ആ അധർമ്മം നടക്കുന്ന സമയത്ത് അദ്ദേഹം നിങ്ങൾ ചെയ്ത് തെറ്റാണ് അത് പറഞ്ഞില്ല, അദ്ദേഹം പറയാതെ മിണ്ടാതിരുന്നു. അതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന തെറ്റ്. ഇവിടെ റോങ് ആണ്, അവിടെ ചെയ്യേണ്ടി വന്നു. ശസ്ത്രമെടുക്കത്തില്ല എന്ന് പറഞ്ഞ ഭഗവാൻ പോലും ആ സമയത്ത് സ്വന്തം ഭക്തനായ അർജുനെ രക്ഷിക്കാൻ വേണ്ടി ആയുധമെടുത്തു. അവിടെ റൂൾ അദ്ദേഹം ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ റൂൾസും റെഗുലേഷൻസ് എല്ലാം മാറുന്നത് നമ്മുടെ എന്താ പറയുക, ആ ധർമ്മം അധർമ്മത്തിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പം ഈ ധർമ്മം അധർമ്മത്തിൻ്റെ കോൺസെപ്റ്റിലോട്ട് നമ്മൾ ഡീപ്പറായിട്ട് പോകുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന പോലെ മൈൻഡ്, ബോഡി, ഇൻ്റലക്റ്റ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരും. ഇപ്പം നമ്മൾ ഈ സ്വന്തം ഒരു സയൻറ്റിഫിക് റിസർച്ച് പോലെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്, ഗുരു നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ല, ഉത്തരം നൽകുന്നില്ല. അപ്പം ഞാനതിപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 20-25 ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു ഇദ്ദേഹം വരയ്ക്കുന്ന കുറേ പടങ്ങളുണ്ടായിരുന്നു. ഇത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലത്തെ ഒരു സംഭവമാണ്. ആ പടം ഇപ്പോഴൊക്കെ കാണും, അപ്പം ഞാൻ ആലോചിക്കും ഇതുപോലത്തെ ഒരു സാധനം എഴുത്തിൽ വല്ലതും വന്നിരുന്നെങ്കിൽ പെട്ടുപോകും. അതേ സാധനമാണ് നമ്മളിപ്പം ബേൺഡായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതായത് നേരെ തൊടാൻ പറ്റാൻ നമ്മളിങ്ങനെ കറങ്ങി തൊടുകയാണ്. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു, ഇതെന്തിനാ ഇങ്ങനെ കറക്കിയിടുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങുമ്പോൾ ആയിരിക്കും നമ്മൾ പിന്നെയും നമ്മുടെ മൈൻഡിന് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഡയറക്റ്റായിട്ട് എഴുതുന്നില്ല. അതിങ്ങനെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പെയിൻറ്റിങ്സ് പണ്ട് അദ്ദേഹം വരയ്ക്കുക, ആ റൈറ്റിംഗ് ചെയ്യുമ്പോൾ പോലും ഇതാണ്. അപ്പോൾ അദ്ദേഹം പണ്ട് പറയാറുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നത് ഇവിടെ ഋഗ്വേദമാണ്. പക്ഷേ ഋഗ്വേദമാണോ അതോ എന്താ പറയുക സെൻ പോലത്തെയാണ്? അപ്പോൾ സൈലൻ്റായിട്ട് ഇരിക്കുക, എത്രയോ വർഷം ഇരിക്കുമ്പോൾ ഉത്തരം താനേ വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു വേറെ വേ ഓഫ് ടീച്ചിങ് ആയിരിക്കാം, എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ അതിലും സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ ഇതിൽ നോക്കി പല സമയത്ത് അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു, ഒന്നും തിരിച്ച് മിണ്ടത്തില്ല. ആ സൈലൻസിൽ കൂടെയായിരുന്നു അദ്ദേഹം ആൻസർ കൊടുത്തുകൊണ്ടിരുന്നത്. ആ സൈലൻസിനെ ഇങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഉള്ളിലുള്ള ഉത്തരം നമുക്ക് തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഉത്തരം കിട്ടാനുള്ള റിസീവറായി മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ആ നല്ല പെർഫെക്റ്റ് റിസീവറായി മാറും. നമ്മൾ പോലും അറിയാതെ നമുക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരിക്കണം നമ്മളെല്ലാവരുടെയും, അതായത് ഇപ്പം ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇതാണ്. ഓരോ പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മൈൻഡ് കയറി പിടിച്ച് നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എന്തോ നമ്മൾ പോലും അറിയാതെ രാവിലെ എനിക്ക് ബ്രഷ് ചെയ്യത്തില്ലേ, നമ്മൾ മൈൻഡിൽ ഓക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ എന്താ പറയുക, ദൈവം തന്നെ നമ്മളെ ഇങ്ങനെ റൂട്ട് ചെയ്ത് കൊണ്ടുവന്നോളും.
ഇപ്പം ഈശ്വരനെ അറിയാം, ഓരോ അല്ലെങ്കിൽ ഒരു ഗുരുക്കന്മാർക്കറിയാം ഏത് സമയത്താണ് ഒരാൾ കറക്റ്റ് റൈപ്പായത്, അപ്പം പ്ലക്ക് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അത് ജാതി മതവും ഭേദവും ഒന്നും വരത്തില്ല. ഇപ്പോൾ വൃന്ദാവനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സെയിൻസ് വരുന്നത്, അവരെ റസിക് സെയിൻസ് എന്നാണ് പറയുന്നത്. റസിക് സെയിൻസ് എന്ന് പറയുമ്പം അവിടെ എന്താ പറയുക, നമ്മളെ ഈ ഒരു എന്താ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ റസോ വൈശ്യ, അതായത് നമ്മൾ ഈ റസിക് സെയിൻസ് അവർ ആ പ്രേമഭാവത്തിൽ അങ്ങറ്റം മുഴുകി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ മുസ്ലിം സെയിൻസും ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ പേര് പറയുന്ന റസ്ഖാൻ, ബുല്ലേ ഷാ, പിന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹരിദാസ് ഠാക്കൂർ, കുറേ പേരുണ്ട്. അപ്പം ഈ റസിക് സെയിൻസിൽ വരുന്ന ഈ ഒരു സെയിൻറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം റസ്ഖാൻ, ഭയങ്കര ഫേമസ്. അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല കൃഷ്ണഭക്തിയുടെ അങ്ങ് ഹൈ ലെവലിൽ എത്തിയൊരു വ്യക്തിയാണ്. അപ്പം ആ കൃഷ്ണഭക്തിയുടെ ആ ഹൈ ലെവലിൽ എത്തുമ്പം അവർക്കും എന്താ പറയുക, ആ ഒരു ലെവലിൽ പോകുമ്പോൾ അവർക്ക് അവരെ തന്നെ മറക്കുകയാണ് ചെയ്യണം. ഇപ്പോൾ ഈ ബുല്ലേ ഷാ ആക്ച്വലി റിയൽ പേര് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്രാഹിം ഖാൻ എന്നങ്ങ് ഉണ്ടായിരുന്നു. നോട്ട് ബുല്ലേ ഷാ, റസ്ഖാൻ, ഇബ്രാഹിം ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ കൂടെ ഒരു ദിവസം മക്കയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വൃന്ദാവനത്തിലെ ആൾക്കാർ രാധേ 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 എന്ന് പറഞ്ഞ് പോകുവാണ്. അപ്പം ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നപ്പം എല്ലാവരും പറയും അവിടെ പോക്കരുതേ, അവിടെ ഈ ഒരു പാമ്പുണ്ട്, പാമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കറുത്തൊരു പയ്യനുണ്ട്. ആ പയ്യന് ആൾക്കാർ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആ പാമ്പ് വന്ന് എല്ലാവരും കടിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ആരും പോലെ ഇദ്ദേഹത്തിൻ്റെ ഉസ്താദും ആ കൂടിയിരുന്ന മുസ്ലിംസ് ആ ഹജ്ജിന് പോകുന്ന ആൾക്കാർ പറയണം. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ച് നോക്കി, ഇദ്ദേഹം മാത്രം എന്ത് ചിന്തിച്ചു, മുകളിലിരിക്കുന്ന ആൾക്കാർ ഇത്ര അട്രാക്റ്റ് ആണെങ്കിൽ ഹിന്ദുക്കൾ എന്തിനാ ആ കറുത്തൊരു ആ പയ്യനെ കാണാൻ പോകുന്നത്, എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹം സത്യം പറഞ്ഞ സീഡ് ചിലപ്പം ദൈവം ഇട്ട് കൊടുത്തായിരിക്കും ആ ഇബ്രാഹിം ഖാൻ്റെ ഉണ്ടെങ്കിൽ. അപ്പം യമുനയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് കൃഷ്ണനും രാധയുടെ വിഷൻ ഉണ്ടായി എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അലയായിരുന്നു, അവിടുന്ന് പോയി. ഇപ്പോൾ ഇവരും ഇബ്രാഹിം ഖാനെ ഇവിടെ ഇട്ടിട്ട് പോവുക ചെയ്തത്. എന്നുവെച്ചാൽ അയാൾക്ക് പ്രാന്ത് പിടിച്ചു, പാമ്പ് കടിച്ചു എന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെക്കൻഡായിരുന്നു കൃഷ്ണനെ രാധയെ കണ്ടത്. അദ്ദേഹം എത്രയോ ദിവസം ബാങ്കി ബിഹാരി ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരയുക ചെയ്തുകൊണ്ട്, കരഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വല്ലാത്ത അവസ്ഥ എത്തിയപ്പം എന്താ പറയുക, ഭഗവാന്റെ ദർശനം കിട്ടിയെന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് എന്താ പറയുക, ആ രസത്തിൽ മുഴുങ്ങിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് റസ്ഖാൻ എന്ന് പേരിട്ടു. അപ്പം ഇപ്പോഴെങ്കിലും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം, റസ്ഖാൻ്റെ പോയട്രി ഉണ്ട്. പണ്ടത്തെ ദോഹാസിലാണ് ആ പോയട്രി ഒക്കെ വരുന്നത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെയും കുറേ നെഗറ്റിവിറ്റീസും ഉണ്ടായിരുന്നു. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു റസ്ഖാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഒരു മെർച്ചൻ്റ് ഉണ്ടായിരുന്നു. ആ മെർച്ചൻ്റെ ഒരു ടീനേജ് ബോയായിട്ട് ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു, മേ ബി ഒരു ഹോമോസെക്ഷൽ അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഈ റസ്ഖാൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരു ഭക്തിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ട് പോലും മേ ബി ഒരു നെഗറ്റിവിറ്റി ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വൈഷ്ണവൻ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്ക് കൃഷ്ണഭക്തി വേണമെങ്കിൽ റസ്ഖാനെ കണ്ടുപിടിക്കൂ. ഇങ്ങനെയാണ് അവൻ ആ ടീനേജ് ബോയിനെ പ്രേമിക്കുന്നത്, അതേപോലെ നീ പ്രേമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ശിഷ്യൻ ഇങ്ങനെ ഗുരുജി ചോദിക്കും, അവൻ നോക്ക് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ആ പയ്യനെ കാണാൻ വേണ്ടി ആ വെയിലത്ത് പോയി നിൽക്കും, എന്നിട്ട് അവനെ നോക്കി ചിരിക്കും, അവനുള്ള അനുരാഗം കാണിക്കും. അതേപോലെ ആയിരിക്കണം നിനക്ക് കൃഷ്ണപ്രേമം വരണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആ റസ്ഖാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗുരുവും ശിഷ്യൻ തമ്മിലുള്ള ടോക്ക് അദ്ദേഹത്തിന് ചേഞ്ച് ചെയ്തു. ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ലവ് ഉണ്ടായിരുന്നായിരിക്കാം ആ മെർച്ചൻ്റെ ടീനേജ് ബോയിനോട്. പക്ഷേ ആ ലവ് അപ്പം അദ്ദേഹം മനസ്സിലാക്കി, ഇപ്പം എൻ്റെ ഈ ലവ് ഞാൻ കൃഷ്ണനിലുണ്ട് അത്രയും വന്നില്ലല്ലോ, അതായത് കൃഷ്ണപ്രേമം ഉണ്ടായിട്ട് പോലും ആ ടീനേജ് ബോയിന് അത്രയും എനിക്ക് വന്നില്ല. അപ്പോൾ ആ ഒരു ടോക്ക് അദ്ദേഹം ഓവർ ഹിയർ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നെ ഇച്ചിരിയും കൂടി കൂടുതൽ ആ കൃഷ്ണഭക്തിയിലോട്ട് പോയത്. പിന്നെയാണ് അദ്ദേഹം എന്താ പറയുക, നമ്മുടെ ഗുരുവായൂരിൽ എന്താ പറയുക, നമ്മുടെ ഭട്ടതിരിക്ക് ലെപ്രസി വന്ന ശേഷമാണ് നാരായണം എഴുതേണ്ടി വന്നതെന്ന് പറയുന്ന പോലെ റസ്ഖാൻ്റെ പോയട്രിയിലോട്ട് ആ ഒരു ഇൻസിഡൻ്റാണ് അദ്ദേഹത്തിനോട് മാറ്റിയത്. അപ്പം ഇപ്പോഴും ആൾക്കാർ ആ മെർച്ചൻറ്റിൻ്റെ ബോയോടെ കണക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ ബോയ് കൃഷ്ണനോട് കൂടുതൽ അദ്ദേഹത്തിന് അട്രാക്റ്റ് ചെയ്തു.
ആ അപ്പം അദ്ദേഹത്തിൻ്റെ ആ മൈൻഡ് ചേഞ്ചായി ആ ഒരു, പക്ഷേ ഓരോ ആൾക്കാരുടെ ഓരോ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം മേ ബി അദ്ദേഹത്തിന് സാധന ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരിക്കും ഈ നെഗറ്റിവിറ്റി, ആ ഒരു നെഗറ്റീവ് ആയിട്ടൊരു തോട്ടിനെ ഭഗവാൻ തന്നെ മാറ്റിക്കൊടുത്തു. ഇനി അതിൽ ഇവിടെ ഇത്രയും ത്രാസ് ഉണ്ടായിരുന്നത്, ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആ ഒരു പുഷ് കിട്ടാൻ വേണ്ടി ഭഗവാൻ ഹെൽപ്പ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ ഗുരു ഹെൽപ്പ് ചെയ്തു. ആ ചെയ്തപ്പോഴത്തേക്ക് താന്നുപോയി. അപ്പം പോസിറ്റിവിറ്റി കൂടിപ്പോയി. അപ്പം നമ്മളെല്ലാവർക്കും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധകന്മാരും മേ ബി ഫ്രം ഏറ്റവും പഴയ ആൾക്കാരായിട്ടുള്ള തൊട്ടും ഏറ്റവും താഴെയുള്ള ആൾക്കാർ, നമുക്കെല്ലാവർക്കും ഉള്ളിനുള്ള ആരും ഹാപ്പിയല്ല. എല്ലാവരും ഹാപ്പിയല്ല. കറക്റ്റ് മീ ഫൈം റോങ്. എല്ലാവർക്കും ഓരോ പ്രശ്നമുണ്ട്. ഒരാൾക്ക് പൈസ ഉണ്ടായിരിക്കും, പക്ഷേ അവന് വേറെ എന്തോന്നും ഇല്ല. വേറെ ആൾക്ക് പൈസ ഇല്ല, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഓരോ ഇത്. അപ്പം ഇപ്പം ഇത് ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഇത് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കെല്ലാവർക്കും ഓരോ ഭൗതികമായിട്ടും ശാരീരികമായിട്ടും. പക്ഷേ ഇതിൽ പോയാൽ മാത്രമേ ചിലപ്പം എന്താ പറയുക ആ ഭക്തി വരുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ സെയിൻസിൻ്റെ ഒക്കെ സ്റ്റോറി വായിക്കുമ്പം എന്താ പറയുക, ഓരോ സെയിൻസിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ഈ ചില സമയത്ത് കണ്ണു കാണാത്ത സൂർദാസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിനെ കളിയാക്കി നാഥദ്വാരയിൽ പോകുമ്പം അവിടുത്തെ ആൾക്കാർ ഇയാൾ എന്തു കൃഷ്ണഭേദം. ഒരു ദിവസം അവിടെ ഇദ്ദേഹം ഒരുക്കുമ്പം ആ ഭഗവാനെ കാണാൻ ഉള്ള പാട്ട് സൂർദാസ് പാടുമായിരുന്നു. എല്ലാവരും കൂടെ ഒരു ദിവസം എന്ത് ചെയ്യുന്ന പറയാം, കൃഷ്ണനെ അവിടെ ഫുള്ള് ഇതിട്ടു, ഒന്നും ഇടാതെ തുണിയിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്തു. അവരെന്ത് ചെയ്തു, ആ സൂർദാസ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അറിയണമെന്നുണ്ടായിരുന്നു. കണ്ണ് കാണാത്ത പൊട്ടൻ ഇങ്ങനെയാണ് ഇനി ഭഗവാനെ കാണാൻ പറ്റുന്നത്. പക്ഷേ അദ്ദേഹം കരയാൻ തുടങ്ങി. എനിക്ക് ആ ശ്ലോകം വരുന്നില്ല, നാഥ് തു നങ്കോരി നങ്ക പൂരൻ ഭൂ നങ്കോ നങ്ക എന്ന് വെച്ചാൽ ഫുൾ നേക്കഡായിട്ട്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാണാത്ത സൂർദാസ് ഇങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും. അതായത് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയാണ് ഭഗവാനെ ഇങ്ങനെ ഇട്ടായിരുന്നു, കോണകം പോലും എടുത്താതെ. അപ്പോൾ ആ ബാക്കിയായിരിക്കുന്ന ഈ പണ്ഡിതന്മാർ മറന്നുപോയി. അതായത് ഇത്രയും പ്രേമം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും പ്രേമം വരുവാണെങ്കിൽ നമ്മളിപ്പം നമ്മളെ ഇവിടുത്തെ ഈ അവസ്ഥ നോക്കിക്കാൻ മൈൻഡ് സീറോ ആയിരുന്നു, വോയിഡ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ തോട്ട്സിൽ വേറെ ഒരു തോട്ട് ഇല്ലായിരുന്നു. തുളസീദാസ് പറയുന്നത് എന്താ പറയുക, ബാത്റൂമിൽ പോയാൽ പോലും അവിടെ നിന്നും കേൾക്കാൻ പറയുമായിരുന്നു, പറയും രാം 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 എന്ന് പറയും. അപ്പോൾ അവിടെ തുളസീദാസിൻ്റെ ഈ എന്താ പറയുക, അദ്ദേഹം വൈകുന്നേരം ബാത്റൂമിൽ പോകുമ്പം മരത്തിനടിയിൽ ഇരിക്കുന്ന അവിടുത്തെ പിശാചകൾക്ക് പോലും മോക്ഷം കിട്ടുമായിരുന്നു. വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മലമൂത്രത്തിൽ പോലും ശ്രീരാമൻ്റെ പേര് കേൾക്കുമായിരുന്നു. അപ്പോൾ ഓരോ സെല്ലിലും ഭഗവാന്റെ പേരുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ മൈൻഡിലും വേറെ തോട്ട്സ് ഒന്നും ഇല്ല എന്നാണ്. അപ്പം അദ്ദേഹം അവരുടെ സാധന ചെയ്ത് ഇപ്പം നമ്മളെല്ലാവർക്കും ഓരോ സാധനയിലും ഓരോ ഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങൾ വരും. പക്ഷേ അതിൽ നമ്മൾ എന്താ പറയുക വിജയിക്കുക ചെയ്യുകയാണ്. അപ്പം ഇവിടുത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ഏകമേവ ദ്വിതീയ, വേറെ ഒന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ആ ഡ്യൂലിസം മാറി നമ്മൾ ആ അദ്വൈത ഫിലോസഫിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ മൈൻഡും ഇല്ല, വേദനയില്ല, ദുഃഖവും ഇല്ല, സന്തോഷവും ഇല്ല. എന്താ പറയുക, മീരാബായി പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അവരുടെ ശ്ലോകത്തിലാണ്, മേവാഡ് എനിക്കില്ല, എനിക്ക് രാജ്യം അവർ മേവാഡ് രാജ്യത്തു നിന്നായിരുന്നു. അപ്പം എനിക്ക് ആ ബൗണ്ടറി ഇല്ല, ഞാനൊരു റാണിയാണെന്ന് തോന്നാറേ ഇല്ല. അപ്പം അദ്ദേഹത്തിന് അവരുടെ ഒരു ഫേമസ് സ്റ്റോറിയാണ് അത്. ഇവർ കൃഷ്ണഭക്തന്മാരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നപ്പോൾ ഒരു ദിവസം മീരാബായി റായ്ദാസിൻ്റെ അടുത്ത് എത്തുവാണ്. റായ്ദാസാണോ എനിക്ക് പേര് ആ സെയിൻറ്റിന് ഓർമ്മ വരില്ല. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, അതായത് പെണ്ണുങ്ങളെ കാണത്തില്ല. അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു, സ്ത്രീകളെ കാണാറില്ല. അപ്പോൾ അവിടെ പോയിക്കും ആ ആശ്രമത്തിൽ പോകുമ്പം ശിഷ്യന്മാർ തടയും, പോകാൻ പറ്റത്തില്ല, ബിക്കോസ് സ്ത്രീകളെ ഗുരുക്കന്മാർ കാണാൻ അനുവദിക്കത്തില്ല. അപ്പം മീരാബായി ചിരിക്കും. ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഒറ്റൊരു പുരുഷനേ ഉള്ളൂ, വേറൊരു പുരുഷനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഈ ഉത്തരം കേട്ടിട്ട് ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. അതുപോലെ ഗുരുവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഗുരുവിന് ഞെട്ടിപ്പോവും. അപ്പോൾ അദ്ദേഹത്തിന് ആ ദേഹബോധമായിരുന്നു, ഞാനൊരു പുരുഷനാണ്. മീരാബായി വിചാരിച്ച് ഇവിടെ ഒറ്റ പുരുഷനേ ഉള്ളൂ, കൃഷ്ണനല്ലാതെ വേറെ പുരുഷന്മാരില്ല, ബാക്കി എല്ലാവരും ഗോപികമാളായിരുന്നു, നിങ്ങളും ഗോപികയാണ്. അപ്പം അത് മറന്നുപോയി. അപ്പം ഒരു ശിഷ്യൻ ഒരു ഭക്ത വേറൊരു ഭക്തൻ്റെ ഈഗോ താത്തി കൊടുത്തു. അപ്പം ആക്ച്വലി അവിടെയും എല്ലാവർക്കും ഒരു ടീച്ചിങ് ആണ്. ഇപ്പം ഇവിടെ ആരും പൊങ്ങിയും താന്നു എന്ന് പറഞ്ഞ് മീരാബായിനേക്കാളും ഉയർന്നതാണ് അദ്ദേഹം എന്നല്ല, ഓരോ മെസ്സേജ് കിട്ടിയതാണെന്നേ ഉള്ളൂ. അപ്പം നമുക്കും ഓരോ അനുഭവം ഉണ്ടാകും. ചിലപ്പം ഞാൻ ഇന്നലെ ആ തത്തയുടെ കൂടെ കളിച്ചത് എന്തൊരു നിഷ്കളങ്കതയോടെയാണ് കളിക്കുന്നത്, ഒരു തോട്ട്സും ഇല്ല, ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കളിക്കുകയാണ്. ഇപ്പം ഈ റസ്ഖാൻ്റെ ഒരു പോയട്രിയിലാണ്, അതായത്
ആ സമയത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാനെ താങ്കളുടെ ഈ സെയിൻസിൻ്റെയൊക്കെ സ്റ്റോറി വായിക്കുമ്പോൾ ആ പൊടിയുടെ അടുത്തെങ്കിലും ഇരിക്കാൻ പറ്റണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇമോഷണലായി പോകും അറിഞ്ഞു പറയാതെ. നേരത്തെ ഇന്നലെ അരവിന്ദ് ചോദിച്ചു എന്താ കൃഷ്ണനെ പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്, ഇറ്റ്സ് നോട്ട് ഈസി ടു ക്യാച്ച് കൃഷ്ണ. പാടാണ്, പക്ഷെ ഇതുപോലത്തെ അനുഭവങ്ങളും കിട്ടും, വേറെ അതെങ്ങും കിട്ടത്തില്ല. എന്താ പറയുക, ഈശ്വരൻ ഒരിക്കലും നമ്മളെ ഒരാളെ കൊല്ലുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം അതിലൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടായിരിക്കും വൈഷ്ണവ ദേവി എന്ന് പറയും. അത് ലക്ഷ്മി, സരസ്വതി, കാളിയുടെ 3 പേരുടെയും ഒരു എനർജി ഫോമാണ്. ദുർഗ എന്ന് പറയുമ്പോൾ ശിവനും ശക്തിയും, ശിവനും വിഷ്ണു ബ്രഹ്മാവിൻ്റെ ഒരു എനർജി ഫോം ആവുന്ന പോലെ ഈ 3 ദേവിമാരുടെ ഒരു ഫോമാണ് വൈഷ്ണവദേവി. അപ്പം അവിടെ നോക്കി ഭയങ്കര സാത്വികമായ ഫുഡും ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചെയ്യുന്ന അതേ ഒരു രീതിയിലാണ് അവിടെ പോകുന്നത്. ജഗരാത്ത ഭയങ്കര ഫേമസ് ആണ് നവരാത്രി സമയത്ത്. പക്ഷെ ആ ദേവിക വന്ന സമയത്ത് ദേവിക്കുണ്ട് ആരെയും കൊല്ലാൻ പാടില്ല. അപ്പോൾ ദേവി ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ആസുരീയത്തിനെയാണ് ദേവി കൊന്നു, ഒരാളെയും ഒരു മനുഷ്യനെ കൊന്നിട്ടില്ല. അപ്പോൾ അതേപോലെ ആയിരിക്കും നമ്മളിപ്പം നല്ലവരും കാണും ചീത്തവരും കാണും. അപ്പോൾ ആ നെഗറ്റിവിറ്റീനെ മാത്രമാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. ഇപ്പം ആ ഒരു ഈഗോനെ കട്ട് ചെയ്ത് കളയണം. അതാണ് ഈശ്വരൻ നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നമ്മളിന്ന് ആഗ്രഹിക്കുന്നതും. എന്താ പറയുക, മൈൻഡ് ഇപ്പോഴും ചിലപ്പോൾ താഴെ ലെവലിൽ പോവും. എൻ്റെ ഇത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഉത്തരം കിട്ടാൻ വേണ്ടി സ്വന്തം ഗുരുവിൻ്റെ അടുത്ത് മാസ്റ്ററിനോട് ചോദിക്കും, ഹി വിൽ നോട്ട് ഗിവ് ആൻസർ. അപ്പോൾ ഈ ചിലത് വായിക്കാൻ നോക്കും, അപ്പോഴും ആൻസർ കിട്ടാത്തില്ല. പക്ഷെ എനിക്ക് ഉള്ളിലറിയാം ആൻസേഴ്സൊക്കെ ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇന്ന ഉള്ളിൽ വന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നെയാണ് ഇപ്പോൾ വെളിയിൽ വന്നത്. ഇപ്പം ഞാൻ ഈ പോയിട്രിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ മീനിങ്ങിലോട്ട് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർക്കും ഇത്രയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയോ എന്താ പറയുക എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ട് പോലും ഇപ്പം നമുക്ക് ഒരിക്കലും സീ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും വേവ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പോകണമെങ്കിൽ അപ്പം തന്നെ അങ്ങ് പോവാം. ഇപ്പം ആലോചിച്ച് നോക്കുക, ആ ഒരു റസ്ഖാൻ്റെ അടുത്ത് ഒരു വൈഷ്ണവൻ പറഞ്ഞ് കേട്ടതാണ്, നിനക്ക് എങ്ങനെയാണോ ആ പയ്യനോട് ഭഗവാനോട് പ്രേമ പറഞ്ഞത്, ആ പയ്യനോട് എങ്ങനെയാണ് റസ്ഖാൻ ആസക്തി കാണുക, അതേപോലെ ആയിരിക്കണം. അത് 3 നേരം 4 നേരം അത് മാത്രം ചിന്തിക്കുന്നുള്ളൂ, അതേപോലെ ആവണം. അപ്പോൾ അയാളുടെ ആ ഒരു തോട്ട് മാറിപ്പോയി. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മളും ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കയറി പിടിച്ചേക്കുന്നത്, മൈൻഡ് തോട്ട്സും എല്ലാം ഏതെങ്കിലും നെഗറ്റീവ്. പക്ഷെ അത് നമുക്ക് അതിലോട്ടാവാൻ പറ്റിയിട്ടില്ല. കൃഷ്ണനും രാധയും തമ്മിൽ നോക്കി കഴിഞ്ഞാൽ ഭഗവാൻ പ്രേമിച്ചൊരു നമുക്കൊരു ഓർഡിനറി ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കണ്ടാൽ തന്നെ ഒരിക്കലും നിൽക്കാൻ പറ്റിയിട്ടില്ല രാധയുടെ കൂടെ. വൃന്ദാവനം വിട്ടുപോയി. എന്താ പറയുക, ഏതോ ഒരു ശാപം കാരണമായിരുന്നു ഗോലോകത്തിന് താഴെ വന്നത്. പിന്നെ ഒരു ശാപം കാരണം പോവേണ്ടിയും വന്നു, ഗാന്ധാരിയുടെ ശാപം കാരണം പോവേണ്ടിയും വന്നു. പക്ഷെ ആ ഒരു ശാപം താഴെ വരേണ്ടി വന്നു. അതൊരു ഭക്തൻ തന്നെ രാധ ശപിക്കുന്നതാണ്, ശ്രീധാമ എന്ന് പറയുന്ന. അപ്പോൾ അതും കൂടെ പറയാം. വൈഷ്ണവ സങ്കല്പം അനുസരിച്ച് ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനും രാധയുടെ നിത്യ വാസസ്ഥലമാണ്. അതിൽ മഞ്ജരികൾ, ഗോപികമാരെല്ലാം, അത് അഷ്ടസഖികൾ എല്ലാവരും. പക്ഷെ അവരെല്ലാം നമ്മൾ ഇടയ്ക്ക് കുറച്ച് സ്റ്റോറീസ് വായിച്ച് നോക്കിയാൽ, ഇപ്പം നമ്മുടെ ഹരിച്ചേട്ടൻ ഇപ്പം രാധാ സഹസ്രനാമം എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ മഞ്ജരികൾ എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുന്ന അവർക്കൊക്കെ ഓരോ ഡ്രസ്സ്, ഓരോ അലങ്കാരം, മൊത്തം ശൃംഗാര പ്രേമമാണ് അവിടെ. അതുകൊണ്ട് വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് വിളക്കെത്തിക്കത്തില്ല, പാട്ട്, ഡാൻസ്, ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുങ്ങുന്നത് നമ്മളെ വേറെ ആര് കാണണമെന്നാണ്. ഇവർ ഒരുങ്ങുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളിൽ ഇരിക്കുന്ന ഭഗവാൻ കാണണം, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫ്രണ്ടിൽ കാണണമെന്നാണ്. ഇപ്പം ഒരു വേറൊരു വൃന്ദാവന ഒരു ഭക്തൻ ഒരു ദിവസം പറഞ്ഞതാണ്, അവിടെ ഒരു ഭക്തനുണ്ട്, അയാളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷനാണ്, അയാൾ പെണ്ണായിട്ട് ഒരുങ്ങും, രാത്രി മാത്രമേ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ബാക്കി ബിഹാരിൽ പോവും, ഭയങ്കര കൃഷ്ണഭക്തിയാണ്. പക്ഷേ അയാളുടെ ഫ്രണ്ടിൽ പോകുന്ന ഭഗവാനെ കാണിക്കാൻ മാത്രമാണ് സ്വന്തം മോഹം.
പക്ഷേ ഇതിനെ ഇപ്പം ചില നമ്മളെ എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സ് ഒരുങ്ങി ഭഗവാന്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ ഭക്തി ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, അത് വേറെ എന്തുവായി മാറി. ഇവിടെ ഭക്തിയായിരുന്നു, അതായിരുന്നു ആ റസിക് സെയിൻസ് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാം ഗോപികമാരായി മാറിയാണ്. അതായത് അവരുടെ ഉള്ളിൽ സ്ത്രൈനഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല, അവർ ആ സ്ത്രൈനഭാവം അല്ല, അവർ ഉദ്ദേശിക്കുന്ന ആ ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ടെക്സ്റ്റ് തന്നെയുണ്ട് ഈ റസിക് സെയിൻസ് എന്ന് വെച്ചാൽ ആ ഫുൾ ശൃംഗാര പ്രേമമാണ്. അപ്പോൾ ശൃംഗാര പ്രേമം എല്ലാവർക്കും എടുക്കാൻ പറ്റത്തുമില്ല എന്ന് പറയും. പക്ഷെ ബാക്കി ആൾക്കാർ ശൃംഗാരപ്രേമം അതിനെ എന്താ പറയുക ആ ഒരു കറക്റ്റ് പോയിന്റിനെ എടുക്കാതെ ദുർഗാദേവി മഹിഷാസുരനെ കൊന്നു. പക്ഷെ മഹിഷാസുരനെ കൊല്ലുകയല്ല, ബ്ലഡ് എടുത്ത് കളയുകയല്ല ചെയ്തത്, അവിടെ മീനിങ് വേറെയായിരുന്നു. ഇതേപോലെ ആ റസിക് സെയിൻസ് ആ ഫീമെയിൽ കോൺസെപ്റ്റ് ആണെങ്കിൽ അവിടെ ഇപ്പം മീരാബായി പറഞ്ഞു ഇവിടെ എല്ലാം ഗോപികമാരല്ലേ, ഇവിടെ വേറെ പുരുഷനില്ല. അപ്പോൾ ആദ്യ പുരുഷമായ ഭഗവാന്റെ ഫ്രണ്ടിലാണ് ഗോപികമാരായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്രേമഭാവമായിരുന്നു. അപ്പം അതിനെ നമ്മൾ ആ ഡ്രസ്സ് കൊണ്ട് നമ്മൾ അവരുടെ ഫ്രണ്ടിൽ പോകുമ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം ഭഗവാനെ പ്രേമിച്ച ശ്രീധാമ രാധയെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എന്തോ ശപിക്കുകയാണ് ചെയ്യുന്നത്, എന്തോ 100 വർഷം നീ ഭഗവാനിൽ പിരിഞ്ഞിരിക്കുമോ. പക്ഷെ അതും കാരണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് കൃഷ്ണൻ രാധയും ഭൂമിയിൽ വരുന്നതും. പിന്നെ ഗാന്ധാരിയുടെ നമുക്കെല്ലാം അറിയാം, ശപിക്കുകയും ചെയ്യും ഗാന്ധാരി കൃഷ്ണനെ, നിങ്ങളുടെ കുലം നശിച്ചു പോകും. പക്ഷെ അതും തിരിച്ചു പോകാനുള്ളൊരു മാർഗ്ഗമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കും, കാരാഗ്രഹത്തിൽ ജനിച്ചു, സ്വന്തം അച്ഛനമ്മയെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് മധുരയിൽ വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ വന്നു, അവിടെയും പ്രശ്നങ്ങളോടെ ഓരോ സമയത്ത് ഓരോ അസുരന്മാർ അന്ന് നിൽക്കുകയാണ്, പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി, മധുരയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്ത കർമ്മങ്ങൾ വന്നു, എന്താ പറയുക ദ്വാരക സൃഷ്ടിക്കേണ്ടി വന്നു. ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട് അർജുനനും പാണ്ഡവന്മാരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ, അതായത് ജാമ്പവതി, കാളിന്തി, രുക്മിണി, അവരെ പിന്നെയും നിൽക്കേണ്ടി വന്നു. അവിടെയും പ്രശ്നമായി. അപ്പോൾ അവിടെ അദ്ദേഹം പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചോടി അവിടെ കാത്തിരിക്കുന്ന രാധയാണ്, അവർ പക്ഷേ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഭാഗവതത്തിൽ അവസാനം പറയണമെന്ന് വെച്ചാൽ ഒരു ദ്വാരകയിൽ എത്താറാവും ഒരു പ്രായമാകുമ്പോഴത്തേക്കാണ് ഇവരെല്ലാം അച്ഛനമ്മയെ കാണുന്നില്ല. അപ്പോൾ ആലോചിച്ചൊക്കെ അദ്ദേഹത്തിന് നമ്മളിപ്പോൾ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും സൂചിച്ചിട്ടില്ല, പക്ഷെ ചിരിച്ചോണ്ടായിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ശാപം കിട്ടിയപ്പോൾ സ്വന്തം ജാമ്പവതിയുടെ മോനാണ് ഫസ്റ്റ് കാരണം വരുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവന്ന് പിന്നെ യദുകുലം അറിയായിരിക്കുമല്ലോ മറ്റേ ശപിക്കുന്നതും അവിടെയും തുടങ്ങി. അവിടെയും പിന്നെ ഏതാണ്ട് പൂർവ്വജന്മനായ നമ്മുടെ ബാലിൻ്റെയും സുഗ്രീവൻ്റെ ബാലി ശപിക്കുന്നതും അതേ ബാലി തന്നെയാണ് ഈ ഹണ്ടറായിട്ട് വന്നതും കാലിൽ അമ്പിട്ട് കൊല്ലുന്നതും. അപ്പോൾ അവിടെയും നശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റോറി ഞാൻ കാണുമ്പോൾ ഇപ്പം ഒരു വർഷം ഇദ്ദേഹത്തിൻ്റെ ഗുരുജി ഒരു സ്റ്റോറി എഴുതിയായിരുന്നു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതായത് ഇതൊരു ചെടിയുടെ സ്റ്റോറി ആയിരുന്നു. അതായത് ഒരു ചെറിയ റോഡിൽ ഒരു ചെടി മുളച്ചു വന്നു, എനിക്കത് ഓർമ്മ വരുന്നില്ല, പണ്ടങ്ങാണ്ട് എഴുതിയായിരുന്നു. പക്ഷേ മഴത്തുള്ളിയുടെ 2 ഡ്രോപ്പ് ഇട്ടി, പിന്നെയും അത് ഇറ്റ്സ് ട്രൈങ് ടു കം ഔട്ട്, പിന്നെയും അത് മുകളിൽ വന്നു, പിന്നെയും വണ്ടി പോയി, പിന്നെയും അത് മുകളിലോട്ട് വന്നു, പിന്നെ അത് പൂ വിരിഞ്ഞു. അതതിൻ്റെ ഡ്യൂട്ടി ചെയ്തു, പൂ വിരിക്കുകയാണ് ചെയ്തത്. പൂ വിരിഞ്ഞു, പിന്നെയും ഏതോ വണ്ടി ചോട്ടി, പക്ഷെ അടുത്ത ദിവസം പിന്നെയും പൂ വിരിഞ്ഞു. പിന്നെ എന്ത് പറ്റി, ഒരു ടാറ് വന്ന ചെടിയെ, പക്ഷെ അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്കും ഭഗവാൻ തന്നെ ഇതുപോലെ ഇത്രയും ഡ്യൂട്ടി ചെയ്യുകയാണ്, രാധയും കാണുന്നില്ല, രുക്മിണിയും കാണുന്നില്ല, അവസാനം മരിക്കുകയും ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ അത് മാത്രം നോക്കിയാൽ തന്നെ നമുക്കും ഓരോ പ്രശ്നങ്ങൾ വരും, നടുവേദന വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയാണോ? അല്ലല്ലോ, നമ്മൾ വേറെ ചെയ്യുന്നില്ലല്ലോ, അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം അതും ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ചെയ്യാൻ പറ്റാത്ത എന്താ? ഇപ്പം ഞാൻ പണ്ട് ആലോചിക്കായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര മടിയായിരുന്നു സഹസ്രനാമം വായിക്കാൻ. പക്ഷേ അപ്പോൾ ഒരു ദിവസം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കത്തില്ലായിരുന്നു. അപ്പം അതൊരു ശീലമായി, അതുപോലെ ഇത് ശീലമായി. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഈ ശീലം വന്നപ്പോൾ ഇപ്പം നമ്മുടെ മൈൻഡ് സെറ്റായി. അപ്പം ഈ റസ്ഖാൻ്റെ സ്റ്റോറി പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും ആ സ്റ്റോറി ഇപ്പോൾ ഗുരുജിൻ്റെ അടുത്ത് പറഞ്ഞു, മുസ്ലിം സ്റ്റോറീസ് കേൾക്കണം, ആരെയും മുസ്ലിംസിൻ്റെ സെയിൻസിൻ്റെ സ്റ്റോറി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ആ ഒരു തോട്ടുണ്ട് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ തോട്ടിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, നമ്മൾ അതിലോട്ട് പറ്റുവാണെങ്കിൽ ഇതിലോട്ട് നമ്മൾ അതേ മൈൻഡിനെ അങ്ങോട്ട് ചരിച്ചാൽ മാത്രം മതി. പക്ഷെ മൈൻഡ് അനുവദിക്കത്തില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ പറയുക, ബുദ്ധൻ ആ ബൗദ്ധി മരത്തിന് ഫ്രണ്ടിൽ ഇരിക്കുമ്പം മര എന്ന് പറയുന്ന 4 പേര് പെണ്ണുങ്ങൾ വരും, അറ്റാക്ക് ചെയ്യാൻ വരും. അതായത് നമ്മുടെ അകത്തുള്ള വാസനകളും അതിന് നമ്മുടെ ഫ്രണ്ടിൽ വരും. നമ്മളതിനെ മിണ്ടാതിരുന്ന് വാച്ച് ചെയ്യണം. എളുപ്പമല്ല, ഭയങ്കര ടഫാണ് അത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഈ വാസനകൾ വന്നും ഈ തോട്ട്സ് ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഒരു സ്പാർക്കുണ്ട്, ഇത് തെറ്റാണ്, വരരുത്, ആ ഒരു വിശ്വാസത്തിലോട്ടാണ്
മുന്നോട്ട് പോകുന്നത്. അപ്പം എന്താ പറയുക, നവരാത്രി ദിവസം ഈ എന്താ പറയുക, അറിഞ്ഞു പറയാതെ ഞാൻ ആ പഴയ സ്റ്റോറീസൊക്കെ റിക്കളക്ട് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു ഇവിടെ ഇരിക്കാൻ. ഗുരുജി പറഞ്ഞപ്പോഴും എനിക്കിങ്ങനെ ഫ്രണ്ടിൽ വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ പഴയ സ്റ്റോറീസ് ഞാൻ സത്യം ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. സഡനായിട്ട് ഇവിടെയോ കേട്ടാൽ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം വെളി വന്നു, എല്ലാവരും പങ്കെടുക്കാൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം വൈഷ്ണവദേവി പറയുന്ന പോലെ നമ്മൾ എല്ലാത്തിൻ്റെയും ആ ഉള്ളിലുള്ള ആ പാപത്തിനെയും നെഗറ്റിവിറ്റിയും ദേവി നശിപ്പിക്കട്ടെ. നമ്മുടെ എസൻസും അല്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ലൊരു സാധകരായി മാറട്ടെ. ലെറ്റ് us ഗോ ബാക്ക് ടു അവർ ഹോം ഫ്രം വെയർ വി കെയിം. ഇവിടെ വന്ന് പുനരപ്പി ജനനം പുനരപ്പി മരണം എന്താ പറയുക, അതിൽ ചക്രത്തിൽ കയറി നമ്മൾ കടങ്ങുവാണ്. വല്ലഭാചാരി പറയുന്ന ജീവ സ്വഭാവ ദുഷ്ട സർവം കുർവന്തി ഭഗവതം നാമന ഭജന്തി. അത് മാത്രം നമ്മൾ ചെയ്യത്തില്ല. അപ്പം ചിലവർ വിറ്റ്നസ് ചെയ്യുക, ചിലവർ ഭക്തിയിലോട്ട് പോവുക, ചിലവർ കർമ്മത്തിലോട്ട് പോവുക. ആ കർമ്മവും ഭക്തിയും ജ്ഞാനവും എല്ലാം നമ്മൾ ഏതിനെയാണ് കാണുന്നത്, ചിലപ്പോൾ ഗുരുവായിരിക്കും, നമുക്ക് ചിലപ്പോൾ നമ്മുടെ കർമ്മമായിരിക്കും. അതുമാത്രം അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്ര പെട്ടെന്ന് നമുക്ക് നമ്മളുടെ വീട്ടിലോട്ട് പോവാം. ഞാൻ എല്ലാവർക്കും ആ ഒരു ഞാനും ശ്രമിക്കുകയാണ്. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് പോകട്ടെ എന്ന് ഞാൻ എന്താ പറയുക, എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ പറയാം. ഹരിയോ.